നമസ്കാരം. രാജ്യത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് കളങ്കമായി മാറിയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് ഇന്ന് 49 വയസ്സ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 ജൂൺ 25 ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ നീണ്ടുനിന്നത് 21 മാസം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്താനുള്ള ഇന്ദിരാഗാന്ധിയുടെ ശുപാർശയിൽ അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് എതിർപ്പൊന്നും കൂടാതെ ഒപ്പുവയ്ക്കുകയായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ 21 മാസങ്ങളായിരുന്നു കടന്നുപോയിരുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശാനുസരണം ഇന്ത്യൻ ഭരണഘടനയിലെ 352 വകുപ്പ് അനുസരിച്ച് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരാഗാന്ധിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഭരിക്കുവാനും തിരഞ്ഞെടുപ്പുകളൊക്കെ റദ്ദാക്കുവാനും പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുവാനുമുള്ള അധികാരം ഇത് നൽകുകയുണ്ടായി. 1975 മുതൽ 1977 വരെയായിരുന്നു അടിയന്തരാവസ്ഥയുടെ കാലഘട്ടം. ആഭ്യന്തര അസ്വസ്ഥത നിലവിലുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ കൊണ്ടുവരാമെന്ന വ്യവസ്ഥ ഉപയോഗിച്ച് ഏർപ്പെടുത്തിയ നടപടി പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ദിരാഗാന്ധിക്ക് അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകി. കോൺഗ്രസിന്റെ സ്വേച്ഛാധിപത്യവും ഭരണഘടനയോടുള്ള അവഗണനയും കൊണ്ടുതന്നെ ജനാധിപത്യത്തിന്റെ ഇരുണ്ട നാളുകൾ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം.